ചെറിയൊരു ചെക്ക് പോസ്റ്റ് അല്ലേ? ചെറിയൊരു ചെക്ക് പോസ്റ്റ്. നാഗരഹോളെ ടൈഗർ റിസർവ്. ചെറുതായിട്ട് കുറച്ച് പൈസ ചെലവാകുള്ള പൈസ പിന്നെ എല്ലാ ചെക്ക് പോസ്റ്റും ഉണ്ടാക്കി വെച്ചിരിക്കണ ആൾക്കാരൊക്കെ പൈസ എല്ലാവർക്കും പൈസ 5 പൈസ ആ കൊടുക്കുന്നവരോടൊന്നും ഒരു മര്യാദയുണ്ടോ? അത് ആദ്യമൊക്കെ വരുന്ന സമയത്ത് 2000 രൂപ ഉണ്ടായിട്ടുള്ളൂ ആളുകൾക്ക്. അപ്പൊ അത് ഓരോ പോക്കിനും വില ഓരോ ഓഫീസർമാര് നാമാര് വരുമ്പോ 200-300 വെച്ച് കൂട്ടി ഇപ്പൊ കഴിഞ്ഞ തവണ ഞാൻ വന്നപ്പോ ഇവിടുത്തെ 2800. ഇപ്പൊ അത് 3000 രൂപ. അതാണ് അതിന് വേണ്ടിട്ട് വേറെ ഒരു ചെക്ക് പോസ്റ്റിൽ ഇത്ര പൈസ അല്ല. ഈ ബാവലി ചെക്ക് പോസ്റ്റിന് മാത്രമേ ഉള്ളൂ മാത്രം പൈസ. എന്ത് ചെയ്യാനാ നമ്മളിതൊക്കെ ആരോട് പറയാ? നമുക്ക് ഈ പാസ് ഇതിലെ കിട്ടിയോണ്ടല്ലേ നമുക്ക് ഇതിലെ വരേണ്ട ആവശ്യമില്ല. ഇത്രയും കിലോമീറ്ററും കളഞ്ഞ് റോഡ് മോശം. കഴിഞ്ഞ ഡിസംബറില് റോഡ് പണി ഫുള്ള് കഴിയുന്നായിരുന്നു. എല്ലാ വർഷവും ഡിസംബർ ഉണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും. പകുതി ഉള്ളതും തീരെ ചെറുതല്ല. വീടുകളൊക്കെ ഉള്ളിടത്തല്ലേ ചില വീതി വേണ്ടേ? കട്ടറില്ലാതെ പോവാന്ന് സമാധാനിക്കാം. പണ്ടൊക്കെ പറഞ്ഞാല് കുളത്തുനിന്നിട്ട് അടുത്ത കുളത്തേക്ക് ചാടണ പോലെ ആയിരുന്നു. മറ്റു വണ്ടിക്ക് പാസ് ചെയ്യാനുള്ള റോഡുള്ളൂ. കണ്ട പോലെ വെച്ചിട്ട് ഇപ്പൊ നല്ല മാറ്റം വന്നു. ഇപ്പൊ മണ്ണിട്ട് അടിച്ചൊക്കെ തോർത്തുക്കണം. അതുകൊണ്ട് ഇപ്പൊ ധൈര്യമായിട്ട് ഒരു വണ്ടിക്ക് സൈഡ് കൊടുക്കാം. സൈഡ് കൊടുക്കാൻ നമ്മൾ പേടിച്ച് വേണം കൊടുക്കാൻ. ടയർ പൊട്ടോ ഒന്നുമില്ല. ചില കാറുകാരൊക്കെ ഉണ്ട് അന്തകമ്മികള് ഒന്നാണ് നിർത്തും. ലോഡും വണ്ടിയാണ്. എന്നാ ഗ്യാപ്പുള്ളടത്ത് ഓർക്ക് ഒതുക്കാൻ പറ്റുന്നിടത്ത് ഒതുക്കി ഇറക്കി കഴിഞ്ഞാൽ ടയർ പോകും. അവരുടെ ചിന്ത അതായിരിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരും അവനന്റെ ഇതല്ലേ നോക്കും. ഇത്ര വലിയ വണ്ടിയാണ് മുന്നിൽ നിൽക്കണമെന്നുള്ള ഒന്നും കേരള വണ്ടിക്കാർക്ക് പിന്നെ കുറെ മനസ്സിലാവും. ചെറിയൊരു ബൈക്കാണെങ്കിൽ പോലും അവന്മാർക്ക് വിഷയമാണ്. കർണാടക വണ്ടിക്കാര് വരുമ്പോഴാണ് അവന്മാരുടെ നാടും കൂടിയാണുള്ളത്. പിന്നെ മൈസൂരിന് ഇനി എത്ര കിലോമീറ്റർ ഉണ്ട്? മൈസൂർക്ക് ഇനി 19 കിലോമീറ്റർ ഉണ്ടോ? 10-20 കിലോമീറ്റർ മുകളിലുണ്ടാവും കാട്. കാട് കയറിയപ്പോ അവിടെ നിന്ന് 12 കിലോമീറ്റർ അല്ലേ കാണിച്ചേ? മൈസൂർ 2 കിലോമീറ്റർ. മലയാളിസാന്ന് തോന്നുന്നു ഫുഡൊക്കെ വെച്ച് കാടിറങ്ങിയിട്ട് കഴിക്കുന്നു. ചെറിയ വണ്ടിയാണ് അവർക്ക് നിർത്താം. നമുക്കതും പറ്റിയാണ്. രജിസ്ട്രേഷൻ മാത്രമേ ഉള്ളൂ തോന്നുന്നുണ്ട്. രജിസ്ട്രേഷൻ മാത്രമേ ഉള്ളൂ തോന്നുന്നുണ്ട് പെരുമ്പാവൂര്. ഈ വഴിക്കധികം അവിടെ ഉള്ളവരൊന്നും വരാൻ ചാൻസ് കുറവാണ്. രാവിലെ വഴി ചിലപ്പോ ഇവിടെ ഉള്ളവരൊക്കെ ഒന്നില് മുത്തങ്ങ വഴി അല്ലെങ്കിൽ നമ്മുടെ നാടുകാണി വഴി പോകും. ആവശ്യമായിരിക്കും. വയനാട്ടുകാരായിരിക്കും. പിന്നെ കാറിന്റെ വണ്ടികൾക്ക് രജിസ്ട്രേഷൻ വെച്ചിട്ട് അതൊക്കെ പണ്ടായിരുന്നു. അതിലൊന്നും കാര്യമില്ല. ഇപ്പൊ ഓൺലൈനൊക്കെ ആയിട്ട് ചില നിയമങ്ങളൊക്കെ മാറുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രജിസ്ട്രേഷനൊക്കെ ആക്കാന്നൊക്കെ ഉള്ള ഒരു ഇതൊക്കെ വന്നോണ്ടേ. എന്താ എനിക്കിപ്പോ ഞാനിപ്പോ ഇടിക്കുകയാണെങ്കിൽ എനിക്കിപ്പോ ട്രിവാൻഡ്രത്ത് വേണമെങ്കിൽ അത് കിട്ടൂലോ. എങ്ങനെ മനസ്സിലാക്കും ഞാൻ കൊച്ചിയാണോ അല്ലെങ്കിൽ എറണാകുളമാണോ ഇടുക്കിയാണോ? പിന്നെ ഈ സെക്കൻഡ് ഹാൻഡ് കാറുകൾ പണ്ട് ജില്ല വിട്ട് പോയി. അങ്ങനെയല്ലല്ലോ.
ഓരോരുത്തരും സെക്കൻഡ് ഹാൻഡ് മേടിക്കുമ്പോ ഇന്ന ജില്ല രജിസ്ട്രേഷൻ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോയി മേടിക്കുന്നത്. അതുമല്ലേ ഈ മറ്റേ ഓൺലൈനിൽ കുറെ സൈറ്റുകൾ വന്നിട്ടുണ്ട്. സൈറ്റുകൾ വന്നാൽ പിന്നെ തിരുവനന്തപുരം കടക്കണമെന്ന് കാസർഗോഡിലെ വണ്ടിയൊക്കെ എടുക്കണം. നല്ല വണ്ടി നോക്കിയിട്ട് അത് ശരിയാണ്. OLX-ഉം ഫേസ്ബുക്കും എല്ലാ സംഭവം ഉണ്ടല്ലോ ഗ്രൂപ്പായിട്ട്. വണ്ടി എടുക്കുകയാണെങ്കിൽ ഞാൻ എന്റെ നാട്ടിലത്തെ രജിസ്ട്രേഷൻ കിട്ടും. അതും താല്പര്യമില്ലാത്തവരുണ്ട്, സ്വന്തം നാട്ടില് വേണ്ടാത്തവരുണ്ട്. ചില നാടിന്റെ നമ്പർ പ്ലേറ്റിന് നമ്പറിന് ചില പവറുണ്ട്. അങ്ങനെ ഈ ചിന്തിക്കുന്നവരാ കൂടുതലും. ഇടുക്കി കിടക്കുന്നവൻ പറയും 69 വേണ്ട, 01 മതി, അല്ലെ 07 മതി എന്നൊക്കെ പറയുന്ന ടീംസാണ്. എല്ലാരും അല്ല, കുറച്ചു പേരും. പെട്രോളാണോ തൂക്കിട്ടേക്കണേ? അങ്ങനെ പെട്രോൾ കൊണ്ടൊന്നും ഇതുവരെ ഒന്നും കണ്ടില്ല, ഈ കാണാനും ചാൻസ് ഇല്ല. ഹോട്ടലുകൾ പിന്നെ എന്തോ ഭാഗത്തിനുണ്ട്, ബോർഡൊക്കെ കാണുള്ളൂ, ചെറിയ ചെറിയതായിരിക്കും പരിപാടി. നമ്മുടെ നാട്ടിലെ പെയ്ത്തുള്ളൂ. ചെറുതായിട്ടൊന്നും ചാറിയായിരുന്നു രാത്രിയിലോ? ചെറുതായിട്ടൊന്ന് പെയ്തു പോയി. ഞാൻ അറിഞ്ഞത് 1 മണിക്കൂർ കിടന്നത് കുറച്ചറിഞ്ഞു. ഗ്ലാസൊക്കെ ഉള്ളതാണ്. അത് കഴിഞ്ഞപ്പോ നേരം ഫോഗ് കയറാൻ തണുപ്പ് വന്നതാണ്. തണുപ്പ് വരുമ്പോൾ മഴ പെയ്ത് വന്നിട്ടുണ്ടാവും. ലൈറ്റൊക്കെ അടിച്ചിട്ട് നമ്മുടെ സിമെന്റ് ആകുമോ? ഇവിടെ ഒന്നും അവധിയല്ലേ സ്കൂളുകൾക്ക്? ഇവിടെ ഒന്നും സ്കൂളുകൾക്ക് അവധിയില്ലേ? മാറ്റം കാണുമായിരിക്കും. കാണലുണ്ടാവും ഇപ്പോഴും.